അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് 5ാം ക്ലാസ്സിലെ ഫിഖ്ഹുൽ ഇസ്ലാമിലെ 7ാമത്തെ പാഠമായ അൽ ഹജ്ജുൽ മബ്റൂർ എന്ന പാഠമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാബിഅ അൽ ഹജ്ജുൽ മബ്റൂർ. ഹജ്ജിന് ഇനിയും ദിവസങ്ങളുണ്ട്. പരിശുദ്ധ മക്കയിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഹിറ ഗുഹ സന്ദർശിക്കാൻ ഞങ്ങൾ ജബലുന്നൂറിൽ കയറി. പരിശുദ്ധ മക്കയിൽ നിന്നും 5 കിലോമീറ്റർ അകലെ വടക്ക് കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ജബലുന്നൂറിന് ഏകദേശം 642 മീറ്റർ ഉയരമുണ്ട്. ദുർഘടമായ വഴി. എത്ര പ്രയാസപ്പെട്ടായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മലയിൽ കയറിയത്. ഒരാൾക്ക് മാത്രം പ്രവേശിക്കാൻ കഴിയുന്ന ഹിറ ഗുഹയിൽ കയറിയപ്പോൾ ഇഖ്റഇൻ്റെ ശബ്ദം കാതിൽ മുഴങ്ങിയതുപോലെ തോന്നി. അടുത്ത ദിവസം രാവിലെ സൗർ ഗുഹ സന്ദർശിക്കാൻ പോയി. സൗർ മല കയറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റ ഓർമ്മയിലെത്തി. മക്കയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ അറഫയിലേക്കുള്ള വഴിയിലാണ് ഈ മല. ഇതിന് 759 മീറ്റർ ഉയരമുണ്ട്. ശത്രുക്കൾ കാണാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും അല്ലാഹു തആല സംരക്ഷിച്ചത് ഈ മലയിലെ സൗർ ഗുഹയിലാണ്. അസ്റിന് ശേഷം ഞങ്ങൾ ജന്നത്തുൽ മുഅല്ല സന്ദർശിച്ചു. മസ്ജിദുൽ ഹറാമിൻ്റെ വടക്ക് 700 മീറ്റർ അകലെയാണിത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ സിയാറത്ത് ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഖാസിം റളിയല്ലാഹു അൻഹു ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് നിന്ന സ്ഥലം ചെന്ന് കണ്ടു. അടുത്ത ദിവസം തൻഈമിലെ മസ്ജിദു ആയിഷയിൽ പോയി ഇഹ്റാം ചെയ്തു ഉംറ നിർവഹിച്ചു. പിറ്റേന്ന് ജിഇറാനയിലും തൊട്ടടുത്ത ദിവസം ഹുദൈബിയയിലും പോയി ഇഹ്റാം ചെയ്ത് 2 ഉംറകൾ കൂടി നിർവഹിച്ചു. തൊവാഫുകൾ ധാരാളം ചെയ്തു. 50 തൊവാഫ് ചെയ്താൽ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപമില്ലാത്തവനായി തീരുമെന്ന് ഹദീസിലുണ്ട്. തിരക്കൊഴിഞ്ഞ സമയങ്ങളിൽ മതിവരുവോളം അൽ ഹജറുൽ അസ്വദ് ചുംബിച്ചു. കൺകുളിർക്കെ കഅബ ഷരീഫ കണ്ടു. കഅബയുടെ വാതിലിനരികിലും സ്വർണ്ണപ്പാത്തിയുടെ ചുവട്ടിലും വെച്ച് ധാരാളം ദുആ ചെയ്തു. ഹിജ്ർ ഇസ്മായിലിൽ വെച്ച് നിസ്കരിച്ചു. ഹജ്ജിൻ്റെ ദിവസങ്ങളെത്തി. ഹറമിൽ തിരക്ക് വർദ്ധിച്ചുകൊണ്ടിരുന്നു. നവൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല എന്ന് മനസ്സിൽ കരുതി ദുൽഹിജ്ജ 8-ന് ഹജ്ജിന് ഇഹ്റാം ചെയ്തു. ടെൻറ്റുകളുടെ നഗരമായ മിനായിലേക്ക് ഞങ്ങളും നീങ്ങി. ഹാജിമാർക്ക് താമസിക്കാനുള്ള 1000കണക്കിന് ടെൻറ്റുകളുണ്ട് അവിടെ. ഹാജിമാർ അവിടെ രാപ്പാർക്കും. പരിശുദ്ധ മക്കയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണ് മിനാ താഴ്വര. എല്ലാവരും തെൽബിയത്തിൻ്റെ ആവേശത്തിലാണ്. അന്ന് മിനായിൽ രാപ്പാർത്തു. പിറ്റേന്ന് ദുൽഹിജ്ജ 9-ന് പുലർച്ചെ ഞങ്ങൾ അറഫയിലേക്ക് നീങ്ങി. മിനായിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയാണത്. ഹാജിമാർ ഒരു പാൽക്കടൽ പോലെ അറഫയിലേക്ക് ഒഴുകുന്നു. ആഫ്രിക്കക്കാർ, ഏഷ്യക്കാർ, യൂറോപ്യർ, അമേരിക്കക്കാർ, അറബികൾ, ഇന്ത്യക്കാർ, ഇന്തോനേഷ്യക്കാർ, ബംഗ്ലാദേശികൾ, വിവിധ ഭൂഖണ്ഡങ്ങളിലും രാജ്യങ്ങളിലുമുള്ളവർ, വിവിധ വർണ്ണങ്ങളിലുള്ളവർ, അനേകം ഭാഷ സംസാരിക്കുന്നവർ, പാവപ്പെട്ടവർ, പണക്കാർ, ഭരണാധികാരികൾ, പ്രജകൾ എല്ലാവരും ഒരേ വേഷത്തിൽ ഒരേ മന്ത്രത്തിൽ ഏകനായ അല്ലാഹു തആലയുടെ ദിക്റിലായി അറഫയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങൾ അറഫയിലെ ജബലുർ റഹ്മ കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
അവിടെ വെച്ച് ദുആ ചെയ്തിട്ടുണ്ട്. അറഫയിൽ വെച്ചുള്ള ദുആ അല്ലാഹു തആല സ്വീകരിക്കും. ദിക്റുകൾ ചൊല്ലി ഖുർആൻ ഓതി കരളുരുകി ധാരാളം പ്രാർത്ഥിച്ചു. മഗ്രിബിനു ശേഷം മുസ്ദലിഫയിലേക്ക് പോയി. അറഫയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെയാണത്. അവിടെ പാതിരാത്രിക്കു ശേഷം അല്പം രാപ്പാർത്തു. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിച്ചു. ദുൽഹിജ്ജ 10 രാവിലെ വീണ്ടും മിനായിലേക്ക് നീങ്ങി. ജംറത്തുൽ അഖബയുടെ അടുത്തെത്തി. തക്ബീർ മുഴക്കി 7 കല്ലെറിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും സ്മരണകൾ അയവിറക്കി ബലികർമ്മം നടത്തി. മുടി കളഞ്ഞു. മക്കയിലെത്തി ത്വവാഫും സഅയും ചെയ്തു. ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി. ഒരു മഹാകർമ്മം ചെയ്ത ചാരിതാർത്ഥ്യം, ഒരു പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ച പ്രതീതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, കുറ്റമറ്റ ഹജ്ജ് ചെയ്താൽ നവജാത ശിശുവിനെ പോലെ പാപരഹിതനാവും. പിന്നെ ഞങ്ങൾ മിനായിലേക്ക് മടങ്ങി. അയ്യാമു തശ്രീഖ് ദിവസങ്ങളിൽ മിനായിൽ രാപ്പാർത്തു. 3 ദിവസവും 3 ജംറകളെ എറിഞ്ഞു. പിന്നീട് തവാഫുൽ വിദാ ചെയ്തു. പരിശുദ്ധ കഅബയോട് വിട പറയുന്ന സങ്കടം എല്ലാവരുടെയും മുഖത്ത് പ്രകടമായിരുന്നു. റബ്ബേ, വീണ്ടും എന്നെ ഈ പുണ്യഭൂമിയിൽ എത്തിക്കേണമേ. പരിശുദ്ധ കഅബയെ നോക്കി ഹാജിമാർ ഖൽബ് പൊട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. ഇബ്രാഹിം ഹാജിയുടെ ഡയറി ഭാഗം 2. വലാ ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജ് വേളയിൽ തർക്കം പാടില്ല. ധാരാളം ആളുകൾ കൂടുന്ന ഇടമാണ്. എല്ലാ കർമ്മങ്ങളും എല്ലാവരും ഒരേ സമയത്ത് ചെയ്യേണ്ടതുകൊണ്ട് നല്ല തിക്കും തിരക്കുമായിരിക്കും. ആ അവസരത്തിൽ തമ്മിൽ തർക്കിക്കാതെ എല്ലാവരും സ്വയം നിയന്ത്രിതരാവണം. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യ വർക്ക് നദ്കുർ, നമുക്ക് ഓർക്കാം. 1. പരിശുദ്ധ മക്കയിലെ പുണ്യസ്ഥലങ്ങളും സന്ദർശന കേന്ദ്രങ്ങളും രേഖപ്പെടുത്തുക. ഉത്തരം: മസ്ജിദുൽ ഹറാം, കഅബ ഷരീഫ, സൊഫ മർവ കുന്നുകൾ, ജബലുന്നൂർ, ഹിറാ ഗുഹ, സൗർ മല, സൗർ ഗുഹ, ജന്നത്തുൽ മുഅല്ല. ഇഹ്റാമിൻ്റെ കേന്ദ്രങ്ങളായ തൻഈമിലെ മസ്ജിദു ആയിഷ, ജിയറാന, ഹുദൈബിയ, മിന താഴ്വര, അറഫ, ജബലുർ റഹ്മ, മുസ്ദലിഫ, ജംറത്തുൽ അഖബ. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. 2. നസ്ൽ, ചേർത്തു കൊടുക്കാനാണ്, ചേരുംപടി ചേർക്കാനാണ്. 5 കാര്യങ്ങൾ താഴോട്ട് കൊടുത്തിട്ടുണ്ട്. യോജിച്ചവ മറുപക്ഷത്തു നിന്ന് ചേർത്ത് കൊടുക്കാം. 1. അറഫ. അറഫയിലാണ് ജബലുർ റഹ്മ സ്ഥിതി ചെയ്യുന്നത്. ലെറ്റർ ഡി അവിടെ എഴുതാം. 2. ജന്നത്തുൽ മുഅല്ല. ജന്നത്തുൽ മുഅല്ലയോട് യോജിച്ചത് ലെറ്റർ ഇ, ഖദീജ ബീവിയുടെ ഖബർ. ഖദീജ ബീവിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് ജന്നത്തുൽ മുഅല്ലയിലാണ്. 3. ജബലുൻ നൂർ. ജബലുൻ നൂറിനോട് യോജിച്ചത് ഹിറാ ഗുഹ. ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ജബലുൻ നൂറിലാണ്. 4. മിന. മിനയിലാണ് ജംറത്തുൽ അഖബ സ്ഥിതി ചെയ്യുന്നത്. ചേർത്ത് കൊടുക്കാം. 5. ജബലു സൗർ. ജബലു സൗറിലാണ് സൗർ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ലെറ്റർ ബി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. രണ്ടാമത്തെ വർക്കിലെ 2ാം ഭാഗം ബി. ഹജ്ജിൻ്റെ കർമ്മങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അറബി ഡേറ്റുകളാണ് എതിർ സൈഡിലുള്ളത്. ചേർത്ത് കൊടുക്കാം. 1. ഹജ്ജിന് ഇഹ്റാം ചെയ്തു. അതിനോട് യോജിച്ചത് ലെറ്റർ സി, ദുൽഹിജ്ജ 8. ദുൽഹിജ്ജ 8-നാണ് ഹജ്ജിന് ഇഹ്റാം ചെയ്യുക. 2. മിനായിൽ രാപ്പാർത്തു. മിനായിൽ രാപ്പാർക്കുന്നത് ദുൽഹിജ്ജ 9-ാം രാവ് അഥവാ
ദുൽഹിജ്ജ 8-ൻ്റെ അന്ന് രാത്രി. 3. അറഫയിൽ സംഗമിച്ചു. അറഫയിൽ സംഗമിക്കുന്നത് ദുൽഹിജ്ജ 9-ന്. 4. മുസ്ദലിഫയിൽ രാപ്പാർത്തു. മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നത് ദുൽഹിജ്ജ 10-ാം രാവ് ചേർത്തു കൊടുക്കാം. അവസാനം ജംറത്തുൽ അഖബയെ എറിഞ്ഞു ദുൽഹിജ്ജ 10-ന്. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുഅയ്യിനുൽ മവാദിഅ ഫിൽ ഖരീത. താഴെ കൊടുത്ത മാപ്പിൽ താഴെ പറയുന്ന സ്ഥലങ്ങൾ അടയാളപ്പെടുത്താനാണ്. നമുക്ക് നോക്കാം. ജിദ്ദ, മക്കത്തുൽ മുകറമ, മസ്ജിദുൽ ഹറാം, അറഫ, മിന, മുസ്ദലിഫ, ജബലുന്നൂർ, തൻഈം, ജിഇറാന. സ്ഥലങ്ങളെല്ലാം മാപ്പിൽ അടയാളപ്പെടുത്താം. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുബയ്യൻ വിശദീകരിക്കാനാണ്. 1. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ ക്രമത്തിൽ വിവരിക്കുക. ഉത്തരം: നബൈത്തുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. ദുൽഹിജ്ജ 8-ന് ഇഹ്റാം ചെയ്യുന്നു. ഹജിമാർ ഒന്നിച്ച് തൽബിയത്ത് ചൊല്ലി മിനായിലേക്ക് നീങ്ങുകയും അന്ന് മിനായിൽ രാപ്പാർക്കുകയും ചെയ്യുന്നു. ദുൽഹിജ്ജ 9-ന് പുലർച്ചെ അറഫയിലേക്ക് നീങ്ങുന്നു. മഗ്രിബിനു ശേഷം മുസ്ദലിഫയിലേക്ക് പോകുകയും പാതിരാത്രിയിൽ അല്പം രാപ്പാർക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് ജംറകളെ എറിയാനുള്ള കല്ലുകൾ ശേഖരിക്കുന്നു. ദുൽഹിജ്ജ 10-ന് രാവിലെ വീണ്ടും മിനായിലേക്ക് നീങ്ങുകയും തക്ബീർ മുഴക്കി ജംറകളെ 7 പ്രാവശ്യം കല്ലെറിയുകയും ചെയ്യുന്നു. ബലികർമ്മം നടത്തി മുടി കളഞ്ഞ് മക്കയിലെത്തി തവാഫും സഅയും നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് തഹല്ലുലാകുന്നു. ശേഷം വീണ്ടും മിനായിലേക്ക് മടങ്ങുകയും അയ്യാമുത്ത് ശരീഖിൻ്റെ ദിവസങ്ങളിൽ രാപ്പാർക്കുകയും 3 ദിവസവും 3 ജംറകളെയും എറിയുകയും ചെയ്യുന്നു. പിന്നീട് മക്കയിൽ വന്ന് തവാഫുൽ വിദാ നിർവഹിക്കുന്നു. ഇനി നമുക്ക് 5-ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. തഖ്സീസ് തയ്യാറാക്കാനാണ്. 1. ഹജ്ജുമായി ബന്ധപ്പെട്ട ദിക്റുകൾ ചാർട്ടിൽ എഴുതി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുക. ഹജ്ജിൻ്റെ നിയ്യത്ത്, തൽബിയത്ത് തുടങ്ങി നാം ചൊല്ലേണ്ട ദിക്റുകൾ ഭംഗിയിൽ ചാർട്ടിൽ എഴുതി നമുക്ക് ക്ലാസിൻ്റെ ചുമരുകൾ ഭംഗിയാക്കാം. 2. ഹജ്ജ് കർമ്മങ്ങൾ നടക്കുന്ന ദിവസങ്ങൾ കലണ്ടറിൽ അടയാളപ്പെടുത്തുക. താഴെ കൊടുത്ത ദുൽഹിജ്ജ മാസത്തിൻ്റെ അറബിക് കലണ്ടറിൽ ഹജ്ജ് നടക്കുന്ന ദിവസങ്ങൾ നമുക്ക് അടയാളപ്പെടുത്താം. ദുൽഹിജ്ജ 8 മുതൽ 13 കൂടിയ ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നടക്കുന്നത്.